ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗെയിൻ. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ വീണ്ടും ഒരുമിച്ചിട്ടാണ്. നമ്മൾ അന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞ പോകുന്നാര് രഹനായിരുന്നു. സോ നമ്മൾ രഹനൻ്റെ നിക്കാഹാണെന്ന്. അപ്പോൾ നമ്മളെല്ലാവരും വിളിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ക്ലാസ് അടയ്ക്കണം വന്നു. പിന്നെ ഇവിടെ മിനിയാന്ന് വന്ന് കൂടിക്കണ്. ചെമ്പ് വെച്ചാൽ പിന്നെ അവൾ അങ്ങനെയാണ്, 2-3 ദിവസം മുമ്പ് വരും. പിന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഇതേപോലെ തന്നെ ഫസ്റ്റ് ടൈം കരാറെടുത്ത് വന്നിക്കാണ്. വെൽക്കം ഡ്രിങ്ക്സ് നമ്മളെ ഉമ്മ കൊടുന്നു തരുന്നത് 3ാമത്തെ ക്ലാസ്സാണ് എടുത്ത് പോകുന്നത് കേട്ടോ. അവസാനം അവളമ്മ അത് നിർത്തി. പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്ത് രഹന മാഷാ അല്ലാഹ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഷഹനയുടെ കഴിവ് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഫസ്റ്റ് ടൈം ഷഹനയും കൂടിയിട്ടാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഷഹൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗ്രാമസഭ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നത് അങ്ങനെയാണല്ലോ, നമ്മൾ പെണ്ണുങ്ങൾ കൂടിയ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ടാവും. പിന്നെ അവൾ വന്നതല്ലേ 2 ദിവസം മുമ്പ് വന്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവൾ മേക്കപ്പ് ചെയ്തിട്ട് എന്തൊക്കെയോ ഉണ്ടാവില്ല, അതൊക്കെ സഞ്ചിയിലാക്കാണ്. പിന്നെ അതാണ് നമ്മൾ ആ മൊമെൻറ്റ്, ഡ്രീം മൊമെൻ്റ് ആയിരുന്നു നമുക്കത്. നമ്മളെ രഹനൻ്റെ ഹസ്ബൻഡ് വരികയാണ്. സോ രഹന ഭയങ്കര നെർവസാണ്. ഓളെ വീഡിയോ ഒക്കെ ഇതിലുണ്ട്. ദെൻ നല്ലൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത് ആരാണെന്ന് അറിയില്ല. രഹൻ്റെ ഉപ്പയാണ്. സോറി, രഹൻ്റെ ഉപ്പ കയ്യൊക്കെ കൊടുത്തിട്ട് കയറ്റാണ് അവനെ. ദെൻ നമ്മൾ കാത്തിരുന്ന മുഹൂർത്തം ബാക്കിലാണ് വരുന്നത്. നമ്മൾ മുട്ടായി പൊതുകളിലേക്കല്ലല്ലോ നോക്കുക, നമ്മൾ എന്തിലേക്ക് നോക്കുക, ഐഫോൺ ഉണ്ടോയെന്ന്. അങ്ങനെ ഫൈനലി രഹന കല്യാണത്തിന് സമ്മതിച്ചാൽ ഐഫോൺ ഇട്ടാനാണ്. അങ്ങനെ അവൾ ഐഫോണൊക്കെ വരുന്നുണ്ട്. അവൻ്റെ പുറകിൽ എൻ്റെ കസിൻസും ഫാമിലിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ട സാധനം അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഹാപ്പി, ഓളും ഹാപ്പി. ഇത് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ റെഡി ആയി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്തെ നമ്മൾ ഫസ്നാനെ കാണാമല്ലോ. അപ്പോൾ എല്ലാവരും ഫസ്നാനെ തരികയാണ്. അപ്പോൾ ഓള് പറഞ്ഞാൽ തലവേദന എടുക്കുന്നുണ്ട്, വല്ലാത്തൊരു ക്ഷീണം, ഒന്ന് പോയി കിടക്കട്ടെ, 2 ദിവസം മുമ്പ് വന്നതല്ലേന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓള് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവരിത് കരാറെടുത്ത് ഏൽക്കണ പണിക്കാരാണ്. അവൾ കോല എങ്ങനെയാണ് പറഞ്ഞിട്ട് കേൾക്കണ്ട, ഭയങ്കര പോളിങ്ങാണ് കേട്ടോ. ആ ഒരു പാത്രത്തിൽ ഫുള്ള് ഓളാണ് എടുത്തത്. അവസാനം കണ്ടോ, അത് കഴിഞ്ഞിട്ടാണ് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വേണം അടുത്തത്. ഭയങ്കര വിശപ്പ് ഈ ഡയറ്റ് കഴിഞ്ഞ് ബിരിയാണി കഴിക്കാൻ പോവാണ്. അപ്പോൾ കിടക്കാൻ പോയ ഫസ്റ്റിനെയാണ് കിടക്കേണ്ടത്. മന്തിയെ പ്രേമിച്ച ആളാണ് ഇവർക്ക് ചെക്കനൊന്നും വേണ്ട, ഇവർക്ക് ഫുഡ് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഷഹന ഫസ്റ്റിനെ ഇരുന്ന സ്ഥിതിക്ക് നമുക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഉന്തി തിരക്കി കൂട്ടണം. അപ്പോൾ എല്ലാവർക്കും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാനത് ക്രോഡീകരിക്കണം കേട്ടോ. എല്ലാവർക്കും കിട്ടും, ആരും ബേജാറാക്കല്ലേ എന്ന്. പിന്നെ നല്ലൊരു സ്പോട്ട് ഉണ്ടപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ അതുണ്ടാവുമല്ലോ. പിന്നെ ഫുഡ് ഇവിടെ ഉണ്ട്, ഒരു ട്രൂ ലവ്. മന്തി ഉണ്ടായിരുന്നു, ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ഷഹന എനിക്ക് ഇട്ടരാണ് ഫുഡ്. അതങ്ങനെയാണ് സുഹൃത്തുക്കളെ, ചില ബന്ധങ്ങൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അറിയുക. അപ്പോൾ നോക്കണേ, ഓൾക്ക് വേണ്ട പീസ് അതിൻ്റെ ഉള്ളിലാണല്ലോ, അതുകൊണ്ടാണ് മേളത്തെ ചോറ് എനിക്ക് ഇട്ടിരുന്നത്. അങ്ങനെ ഹൃദയം തകർന്നു പോയി. ദെൻ മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ രഹനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദുആയിൽ ഉൾപ്പെടുത്തുക. ദെൻ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അടിപൊളി ചെക്കൻ തന്നെയാണ് നമുക്ക് കിട്ടിയത്. സോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പിന്നെ ഞങ്ങളെല്ലാവരും പോകാൻ തരില്ല, ഇത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിട്ടോ. പക്ഷേ പിന്നെ കുറേ പോസ്റ്റായി ബസ്സകത്തുനിന്ന്. സോ അത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.